റസൽ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം നടന്നു. രോഗബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം. 2 ദിവസങ്ങളിലായി നടന്ന പൊതുദർശന ചടങ്ങിൽ ആയിരങ്ങളാണ് പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഭൗതികദേഹം പൊതുദർശനത്തിനായി കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മന്ത്രിമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ആറു വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, CATU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി സംഘടനാ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. 2005 ജില്ലാ പഞ്ചായത്ത് അംഗവും ആയിരുന്നു. ഞായറാഴ്ച തെങ്ങണയിലെ സ്വവസതിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ മുൻ സ്പീക്കർ MV ജയകുമാർ, മന്ത്രിമാരായ MV രാജേഷ്, P രാജീവ്, സജി ചെറിയാൻ, VN വാസവൻ, വീണ ജോർജ്, മുൻ MP സുരേഷ് കുറുപ്പ്, ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭങ്കാനന്ദ, B രാധാകൃഷ്ണ മേനോൻ, ലതിക സുഭാഷ്, MLA ജോബ് മൈക്കിൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. പരമ്പരാഗത വിത്തുത്സവം കൃഷിയോട് ആവേശമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുന്ന മാതൃകാ പദ്ധതിയെന്ന് മന്ത്രി സജി ചെറിയാൻ. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വിത്തുത്സവം നടക്കുന്നത് ആദ്യമായാണ്. രാജ്യത്തിൻ്റെ ഖജനാവാണ് വിത്തുകൾ. ഭക്ഷണത്തിൻ്റെ സംരക്ഷകരാണ് കർഷകർ. വിത്തിനങ്ങളുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ വയനാടിൻ്റെ വിത്തച്ഛൻ ചെറുവയൽ രാമനെ കാർഷിക സർവകലാശാലയിലെ അതിഥി അധ്യാപകനായി നിയമിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിലവിലുള്ള കൃഷിഭൂമിയുടെ അളവ് ഇനി കുറയാൻ അനുവദിക്കരുതെന്നും യുവതലമുറയിൽ കരുത്തരായ കർഷകരെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ അതൊരു ദീർഘകാല പരീക്ഷണവും ഒരു ദീർഘകാല പദ്ധതി, ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. കേരളത്തിന്റെ ഭൂമിയുടെ പരിസ്ഥിതിയിൽ വന്ന കുറവ് കേരളത്തിന്റെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കും. എന്നാൽ ഉള്ള കൃഷിഭൂമിയിൽ നന്നായി കൃഷി നടക്കുന്നു. അത് കൃഷിയാണെങ്കിലും, റബ്ബർ കൃഷിയാണെങ്കിലും, കാപ്പി കൃഷിയാണെങ്കിലും, അല്ലെങ്കിൽ കടലിക്കായ കൃഷിയാണെങ്കിലും, പച്ചക്കറി കൃഷിയാണെങ്കിലും, തേയില കൃഷിയാണെങ്കിലും, ഏതെങ്കിലും പരിശോധിച്ചാലും ഉള്ള ലാൻഡിൽ ഭൂമിയിൽ കൃത്യമായി കൃഷിയെ ശ്രമിക്കുന്നു. സംസ്ഥാന കാർഷിക വികസന വകുപ്പും കാർഷിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും നല്ല തരത്തിൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഈ മേഖലയെ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുകയും വികസിപ്പിക്കുകയും നല്ല വളർച്ചയിലേക്ക് എത്തിക്കാനും ശ്രമിക്കും. വിത്ത് സംരക്ഷിക്കുക എന്നത് ജീവൻ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. 2 പത്മശ്രീക്കാർ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ആദരണീയനായ ശ്രീ ചെറുവയൽ രാമനാണ്, മറ്റൊന്ന് ആദരണീയനായ ശ്രീ സത്യനാരായണ ബലേരിയാണ്. എനിക്ക് വലിയ സന്തോഷമുള്ള 2 കർഷകർക്ക് പത്മശ്രീ കിട്ടി എന്നുള്ളതിൻ്റെ പേരിലാണ്. അന്നം വിളയിക്കുന്ന ആൾക്കാർക്ക് അത്രമേൽ വലിയ പരിഗണനയൊന്നും കിട്ടാതിരിക്കുന്നിടത്ത് ആ പരിഗണന കിട്ടിയ 2 പേരെയും നമ്മൾ ഇതിന്റെ ഭാഗമാക്കി. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കൃഷിഭവന്റെ ഉപകേന്ദ്രം അനുവദിച്ചതിന്റെ ഉത്തരവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയന് കൃഷിവകുപ്പ് മന്ത്രി കൈമാറി. പത്മശ്രീ ജേതാക്കളായ ചെറുവയൽ രാമൻ, സത്യനാരായണ ബലേരി, മുതിർന്ന കർഷകൻ ശേഖരൻ മറ്റത്തിൽ എന്നിവരെ ചടങ്ങിൽ മന്ത്രി P പ്രസാദ് ആദരിച്ചു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു N കുറുപ്പ്, കോട്ടയം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഹൈറേഞ്ച് സർക്കിൾ RS അരുൺ എന്നിവർ മുഖ്യാതിഥികളായി. ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, ആത്മ പ്രോജക്ട് ഡയറക്ടർ സഞ്ജു സൂസൻ മാത്യു, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ K കമലമ്മ, S ജ്യോതിമോൾ, വൈസ് പ്രസിഡന്റ് M സന്തോഷ് കുമാർ,
സംസ്ഥാന വിലനിർണ്ണയ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി രാജശേഖരൻ, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളക്ഷാമം നേരിടാൻ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. വരൾച്ചയും കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നും ജലം ഗുണമേന്മയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മാസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് തടയാൻ നടപടി സ്വീകരിക്കണം. പൈപ്പുകൾ, ടാപ്പുകൾ, കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ തുടങ്ങിയവയ്ക്ക് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സ്കൂൾ അസംബ്ലികൾ നിയന്ത്രിക്കുകയും കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ഘോഷയാത്രകൾ പോലുള്ള പരിപാടികൾ ഒഴിവാക്കുക, വിനോദസഞ്ചാരികൾക്ക് ഉഷ്ണതരംഗത്തെപ്പറ്റിയും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയും മുന്നറിയിപ്പുകളും ബോധവൽക്കരണവും നൽകുക തുടങ്ങിയവയും മന്ത്രി നിർദ്ദേശിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ജലവിതരണ സംവിധാനത്തിലുണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ജലനഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. MLA-മാരായ തോമസ് ഐസക്, PP ചിത്തരഞ്ജൻ, U പ്രതിഭ, MS അരുൺകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ 2024 പ്രതിഭാ പുരസ്കാരം പ്രഖ്യാപിച്ചു. മലയാള മനോരമ ചീഫ് കറസ്പോണ്ടന്റ് രാജു മാത്യു, മുഹമ്മ KE കർമ്മൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം എന്നിവർക്കാണ് പുരസ്കാരം. ഫെബ്രുവരി 25 ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ പുരസ്കാരം നൽകുമെന്ന് ആലപ്പുഴയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ മാന്നാനം, KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഞങ്ങളെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കൊമരകം, തിരുവാർപ്പ്, അയ്മനം, വെച്ചൂർ, തണ്ണീർമുക്കം ആ പ്രദേശങ്ങളുമായി കേന്ദ്രീകരിച്ചാണ് 15 വർഷമായിക്കൊണ്ട് കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ 2024 പ്രതിഭാ പുരസ്കാരം കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്തു. ആ പ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നീ പത്രസമ്മേളനം. മലയാള മനോരമയുടെ ചീഫ് കറസ്പോണ്ടൻറ്റ് രാജു മാത്യുവിനും മുഹമ്മ KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. എൻ്റെ കുമരകം എത്ര സുന്ദരം എന്ന പേരിൽ മനോരമയിൽ പ്രസിദ്ധീകരിച്ച പരമ്പരയും പടിഞ്ഞാറൻ ഗ്രാമീണ മേഖലയുടെ വികസനത്തിനായി നാടിനൊപ്പം എന്ന പേരിൽ നടത്തിയ സെമിനാറിൻ്റെ ആശയവും നടത്തിപ്പുമാണ് രാജു മാത്യുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കുട്ടനാടിനെക്കുറിച്ചുള്ള ബൃഹത് ഗ്രന്ഥമായ തനത് കുട്ടനാട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എന്ന നിലയ്ക്കാണ് ഫാദർ സാംജി കുട്ടനാട് പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ മികച്ച ബാസ്കറ്റ്ബോൾ അക്കാദമിയായ സെൻറ്റ് എഫ്രേംസ് സ്പോർട്സ് അക്കാദമിക്ക് ചടങ്ങിൽ അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ സ്നേഹോപഹാരവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് അജി K ജോസ്, ജനറൽ സെക്രട്ടറി കുഞ്ഞു കളപ്പുര, സെക്രട്ടറി വിനോദ് ചാമക്കാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കരിമണൽ ഖനനം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്നും ധീവരസഭ. ഫെബ്രുവരി 27 നടക്കുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്നും ആവശ്യം. ആലപ്പുഴയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കടലിൻ്റെ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും മത്സ്യസമ്പത്തിൻ്റെ ഉൽപ്പാദനത്തെയും സുസ്ഥിരതയെയും ബാധിക്കുന്ന കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരദേശവാസികളെ ഉന്മൂലനം ചെയ്യുന്ന കരിമണൽ ഖനനം സംസ്ഥാന സർക്കാരും നിർത്തിവെക്കണം എന്നും ധീവരസഭ സംസ്ഥാന കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 27 നടക്കുന്ന തീരദേശ ഹർത്താലിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും ആലപ്പുഴയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു.
മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും ഹർത്താൽ നടത്തുകയാണ്. ഞങ്ങളും ആ ഹർത്താലിൽ പൂർണ്ണമായും പങ്കെടുക്കുകയാണ്. 27-ാം നടത്തുന്ന ഹർത്താലിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സുപ്രധാനമാണ് കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം. ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുകയും കരിമണൽ ഖനനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഫെബ്രുവരി 27 നടക്കുന്ന ഹർത്താലിൽ പങ്കാളികളാകുന്നത്. 2002 ഉണ്ടാക്കിയ ഓഫ്ഷോർ ഏരിയ മിനറൽ ആക്ട്, ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് 2017 പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ ബില്ല് പിൻവലിച്ചു. ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ വി ദിനകരൻ, സംസ്ഥാന സെക്രട്ടറി NR ഷാജി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് പ്രദീപ്, താലൂക്ക് സെക്രട്ടറി R സജിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുനർനിർമ്മിച്ച ചങ്ങനാശ്ശേരി പഴയപള്ളി ടൗൺ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിച്ചു. പുതിയ പള്ളിയിലെ മഗ്രിബ് നമസ്കാരത്തിന് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ಗೌರವಾನ್ವಿತ ಹಾಜಿ ಎಸ್ ಮೊಹಮ್ಮದ್ ಫಹದ್ ಅವರಿಗೆ, ಕಮಿಟಿಯ ಸರ್ವ ಸದಸ್ಯರಿಗೆ, ಎಲ್ಲಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಪಾಣಕಾಡ್ ಸೈಯದ್ ಮುನವರಲಿ ಶಿಹಾಬ್ ತಂಗಳವರಿಗೆ ನನ್ನ ವಿಶೇಷವಾದ ಧನ್ಯವಾದ ಸಲ್ಲಿಸಿಕೊಂಡು ವೇದಿಕೆಯ MP, MLA, ಸ್ಥಳೀಯ ಕೌನ್ಸಿಲರ್ ಎಲ್ಲ ನಮ್ಮ ಚರ್ಚಿನ ಗುರುಗಳು ಮತ್ತು ನಮ್ಮ ಇನ್ನಿತರ ಎಲ್ಲ ಧಾರ್ಮಿಕ ಮುಖಂಡರಿಗೆ ಮತ್ತು ನಮ್ಮೆಲ್ಲ ಉಲೆಮಾಗಳಿಗೆ ನನ್ನ ಶುಭ ಸಲ್ಲಿಸಿ ಎಲ್ಲರ ದುಆವನ್ನು ಕೇಳಿಕೊಂಡು ಎರಡು മാത്ത് നിലനിൽത്തേനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരರಿಗೆ നമസ്കാരങ്ങൾ. എല്ലാവർക്കും ഞാൻ മറ്റൊരിക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ ക്ഷണിച്ച നൗഷാദ് സാഹിബ്, ഈ പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ തന്നെ കുടിക്കുന്ന KC വേണുഗോപാൽ സർ, എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നാട്ടിൽ പുതിയ ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തെ വിശ്വാസികളുടെ സ്നേഹബന്ധങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നതെന്ന് UT ഖാദർ പറഞ്ഞു. മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണെന്നും കർണാടക നിയമസഭ സന്ദർശിക്കുന്നതിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എസ് മുഹമ്മദ് ഫുവാദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മുഖ്യപ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP, MLA ജോബ് മൈക്കിൾ, അൽഹാജ് മുഹമ്മദ് നദീർ മൗലവി, ഉഷ മുഹമ്മദ് ഷാജി, PS മുഹമ്മദ് ബഷീർ, H മുസമ്മിൽ ഹാജി, ഹക്കീം പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് പഞ്ചായത്ത് കുടുംബശ്രീ ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വെളിയനാട് വടക്ക് SNDP ഹാളിൽ വാർഡ് മെമ്പർ സനൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തിയും കുടുംബവും സമൂഹവും സന്തോഷകരമായ ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന തനത് പ്രവർത്തനമാണ് ഹാപ്പി കേരളം പദ്ധതി. നമുക്കൊന്നും നിന്ന് തിരിയാൻ സമയം കിട്ടാത്ത സാഹചര്യത്തില് സന്തോഷിക്കാനായിട്ട് കുടുംബങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നമുക്ക് വീണ് കിട്ടുന്ന നിമിഷങ്ങൾ ചെലവഴിക്കാൻ, സന്തോഷകരമായി ചെലവഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തില്, പ്രാരാബ്ധങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് ഇങ്ങനെയൊരു അവസരം നമ്മുടെ കുറച്ച് കുടുംബങ്ങൾക്ക്, നമ്മളുടെ ആൾക്കാർക്ക് ഒത്തുകൂടുവാനും ഒത്തുചേർന്ന് ഉല്ലസിക്കുവാനും ഒരു സായാഹ്നം ഒന്നിച്ച് ചെലവഴിക്കുവാനും കിട്ടുന്ന ഈ ഒരു അവസരം വളരെ പ്രാധാന്യമേറിയതാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും, അതിൻ്റെ ഒരു ഒത്തുചേരലിൻ്റെ എല്ലാ ഗുണങ്ങളും നല്ല രീതിയിൽ അതിൻ്റെ നല്ല വശങ്ങളിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സായാഹ്നം നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് വളരുന്നത്, നമ്മുടെ സാഹചര്യം കണ്ടാണ് വളരുന്നത്, പിന്നെ നമ്മുടെ അയൽവക്കം കണ്ടാണ് വളരുന്നത്. ഇതെല്ലാം അവരുടെ ഭാവി, അവരുടെ വളർച്ചയുടെ ഓരോ ഘടകത്തിലും ഇത് ബാധിക്കാറുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷ നിലവാരം ഉയർത്തുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 184 മോഡൽ CDSകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹാപ്പി കേരളം. CDS ചെയർപേഴ്സൺ രമ്യ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം KS വിനീഷ് ആശംസകൾ അർപ്പിച്ചു. പരിപാടിയിൽ സജിത ബീന, ജ്യോതിർമയി ഷാജി, ശ്രീകല രേഷ്മ, ADS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ ഷുക്കൂർ ക്ലാസുകൾ നയിച്ചു.
SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയൻ വനിതാ സമ്മേളനം ഞായറാഴ്ച നടന്നു. എടത്വ പച്ച ചുടുകാട്ടിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മൽനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കിടയിൽ ഇനിയും ഇത്രയും വർഷമായി SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഇത്രയും വർഷമായി നമ്മൾ ഈ സംഘടനയിലെ അംഗങ്ങളാണെന്ന അഭിമാനബോധത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ക്ഷമയോടുകൂടി ആത്മപരിശോധന നടത്തേണ്ടതും സംഘടനയിൽ ചർച്ച ചെയ്യേണ്ടതും ഇനിയും നമുക്കിടയിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഇതാണ് നമ്മൾ ചർച്ച. ഗുരുവിന്റെ ഒരു വലിയ നിർദ്ദേശമുണ്ടായിരുന്നു. കാലഘട്ടത്തിനൊത്ത് നാം മാറ്റേണ്ടത് മാറ്റും, പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് നമ്മൾ വരുത്തിയിരിക്കണം, ഇല്ലെങ്കിൽ കാലഘട്ടം നമ്മെ പുറകോട്ട് കൊണ്ടുപോകും. ഇത് ഗുരുവിന്റെ വാക്കാണ്. അപ്പൊ 100 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതിൽ തുടരുക എന്നല്ല, ഗുരു പറഞ്ഞിട്ടുള്ളത് പോലെ അതിന് വിധേയപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്കിടയിൽ മാറ്റം വരുത്തേണ്ടത്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ശാന്ത CP സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും എന്ന വിഷയത്തിൽ ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥ G ശാന്തകുമാരി ക്ലാസ് എടുത്തു. യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് P സുപ്രമോദം, യൂണിയൻ കൗൺസിലർമാരായ സന്തോഷ് വേണാട്, സിമ്മി ജിജി, ഉമേഷ് കൊപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം സുശീല മോഹൻ, വിമല പ്രസന്നൻ, സുജ ഷാജി, മഞ്ജുഷ സുധി, സ്മിത രാധാകൃഷ്ണൻ, രേഷ്മ രതീഷ്, ധന്യ അശോക് എന്നിവരും പങ്കെടുത്തു. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് മാന്നാർ കുരുട്ടിക്കാട് വായനശാല ജംഗ്ഷനിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ CPM മാന്നാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PN ശെൽവരാജാണ് ജാഥ നയിക്കുന്നത്. ഫെബ്രുവരി 19 ചെന്നിത്തല കോട്ടമുറിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച കാൽനട ജാഥയാണ് 5ാം ദിവസം മാന്നാറിൽ എത്തിച്ചേർന്നത്. വായനശാല ജംഗ്ഷനിൽ ജാഥ എത്തിച്ചേർന്നപ്പോൾ ജാഥ ക്യാപ്റ്റൻ CPM മാന്നാർ ഏരിയ സെക്രട്ടറി PN ശെൽവരാജിനെ സ്വാഗത സംഘം ചെയർമാൻ സലീം പടപ്പരയ്ക്കൽ സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സലീം പടപ്പരയ്ക്കൽ അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A മഹേന്ദ്രൻ, CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പലത മധു, R രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മത്തായി, സഞ്ജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേര് പരാമർശിക്കാതെ പോയത്. അതേപോലെ തന്നെ പരിപൂർണമായ അവഗണിച്ച ഒരു ബഡ്ജറ്റ് ഈ തവണയാണ്. പക്ഷെ നമുക്ക് തരേണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറക്കിയ അല്ലാതെ പരിപൂർണമായി ഒഴിവാക്കിയ ഒരു കാലഘട്ടവും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ബഡ്ജറ്റിൽ നമ്മളെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ഈ രാജ്യത്ത്, സംസ്ഥാനത്തും അതുപോലെ തന്നെ ലോകത്താകെ ഉയരുകയാണ്. നവമാധ്യമങ്ങൾ അതേപോലെ കലാ സാംസ്കാരിക നായകന്മാരടക്കം ഈ കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നുള്ള ചോദ്യം ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ PN ശെൽവരാജൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. വലിയ കുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ 5ാം ദിവസം പാവുക്കര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷന് മുന്നോടിയായി തൃക്കൊടിത്താനം ഫൊറോന കൺവെൻഷൻ ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്നു. ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 4 മുതൽ 8 വരെ കത്തീഡ്രൽ മൈതാനിയിലാണ് അതിരൂപത ബൈബിൾ കൺവെൻഷൻ നടക്കുക. വിശ്വാസ പ്രഘോഷണം ദൈവിക രഹസ്യങ്ങളുടെ അടിത്തറയാണെന്നും വിശ്വാസ സത്യങ്ങൾ നാം വളർന്നു വരുന്ന തലമുറകൾക്കായി പകർന്നു നൽകണമെന്നും ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി പറഞ്ഞു.
സെന്റ് അൽഫോൺസ് ആയിരിക്കാം, അസംഷൻ ആയിരിക്കാം, സെന്റ് ജൂഡ് ആയിരിക്കാം, സെന്റ് ജോസഫ് ആയിരിക്കാം. ഓരോ കൂട്ടായ്മയും അതിന്റെ നല്ല രീതിയിൽ ഐക്യത്തിൽ പോകുമ്പോൾ ഈശോ സന്തോഷിക്കുകയാണ്. ആ സന്തോഷം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന നല്ല ഏറെ മനുഷ്യരുണ്ട്. നമ്മുടെ നല്ലൊരു വൈദികൻ. അതിരൂപത ബൈബിൾ കൺവെൻഷൻ സഭ നേരിടുന്ന വെല്ലുവിളികളും കുടുംബ കൂട്ടായ്മയുടെ കാലിക പ്രസക്തിയും കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനം, നവീകരണ ശൈലി എന്നിവയെക്കുറിച്ച് ഫാദർ ജോർജ് മാന്തുരുത്തി, എം ജെറാൾഡ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ഫാദർ ചെറിയാൻ കക്കുഴി, ഫാദർ ജോൺസൺ മുണ്ടുവേളിൽ, ഫാദർ സാം ചാക്കോ കായൽപ്പറമ്പിൽ, സിസ്റ്റർ ലിൻസിയ, ഡെന്നിസ് ജോസഫ്, ജോഷി കൊല്ലാപുരം, റീന ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.